ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സിദ്ദിഖ് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജു, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണോ? എന്താണ് തുടർ നടപടികൾ? എന്താണ് ആതിര, ഇപ്പോൾ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് റൂമിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ തന്നെ സിദ്ദിഖുമായിട്ട് ഇപ്പോൾ അന്വേഷണ സംഘം മെഡിക്കൽ എടുക്കാൻ, അതായത് വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സിദ്ദിഖ് ഇവിടെ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യലിന് കൃത്യമായി ഹാജരാവണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളായിരുന്നു. അപ്പൊ അതിന് പിന്നാലെയാണ് മൂന്നാം തവണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായിട്ട് സിദ്ദിഖ് ഹാജരായത്. ഈ സിദ്ദിഖിന് ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം നൽകാനായിട്ട് കോടതി ഇടയാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ നടി പരാതി നൽകാൻ 8 കൊല്ലം കാലതാമസം എടുത്തു എന്ന സുപ്രീം കോടതി കണക്കിലെടുത്തായിരുന്നു കഴിഞ്ഞ മാസം ഈ ജാമ്യം ഉൾപ്പെടെ സിദ്ദിഖിന് അനുവദിച്ചത്. അത് ഈ ജാമ്യവ്യവസ്ഥയിൽ കൃത്യമായി ഈ അന്വേഷണവുമായി സഹകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാം തവണ ഇന്ന് കൃത്യം 10 മണിയോടുകൂടി തന്നെ സിദ്ദിഖ് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ട് തുടർന്ന് അന്വേഷണ സംഘം പിന്നാലെ വരികയായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനക്കായി കൊണ്ടുപോകുകയാണ്. അതിനുശേഷം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുന്നിലായിരുന്നു ഹാജരായത്. അദ്ദേഹം ഉൾപ്പെടെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കാൻ പോയിട്ടുള്ളത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് സിദ്ദിഖിൻ്റെത്. അല്പസമയം മുമ്പാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വൈദ്യപരിശോധന കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുക എന്ന ചട്ടം ഇത് മാത്രമേ നിലവിലുള്ളൂ. ആതിര, അഞ്ജു, ഏകദേശം ഈ 10 മണിയോടുകൂടി സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യത്തിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോലീസ് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവുക? ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവുക? അതിന് പ്രധാനമായിട്ടും 2016 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ 8 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള അതിജീവിത ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ടേക്ക് വരുന്നത്. അതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അന്വേഷണ ഘട്ടത്തിൽ നടി അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിജീവിത പറഞ്ഞ തരത്തിൽ രീതിയിലുള്ള പല തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പ്രധാനമായിട്ടും ഈ അതിജീവിതയുമായിട്ട് അതായത് മൊബൈൽ ഫോൺ ഉൾപ്പെടെ ചാറ്റ് ഉൾപ്പെടെ പല അശ്ലീല സന്ദേശങ്ങൾ ഉൾപ്പെടെ തനിക്ക് അയച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ആ സമയത്തുള്ള മൊബൈൽ ഫോൺ ഒന്നും തന്റെ പക്കലില്ല എന്നായിരുന്നു അന്വേഷണ സംഘത്തിന് മുമ്പിൽ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുൾപ്പെടെ അങ്ങനെ പല ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തും പരാതി നൽകാൻ വൈകിയ കാലതാമസം ഉൾപ്പെടെ കണക്കിലെടുത്തായിരുന്നു ഇത്തരത്തിൽ സിദ്ദിഖിന് ഒരു ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിട്ടായിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിനായിട്ട് വീണ്ടും സിദ്ദിഖ് നാർക്കോട്ടിക് സെല്ല് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരാവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കൃത്യം 10 മണിയോട് തന്നെ അദ്ദേഹം ഇവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായിട്ട് പോലീസ് നടൻ സിദ്ദിഖുമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കുകയാണ് അതിന്റെ ഒരു ഇത്. അപ്പോൾ ഈ മുൻകൂർ ഈ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഈ മുൻകൂർ ജാമ്യത്തിൽ പറയുന്ന ഒരു വ്യവസ്ഥ. അറസ്റ്റ് ചെയ്ത് വിചാരണ കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം അന്വേഷണവുമായിട്ട് സഹകരിച്ചു പോകുക എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് മുൻപ് 3 തവണ ഇത്തരത്തിൽ ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരാകുകയും ഈ ചോദ്യം ചെയ്യലിന് ഉൾപ്പെടെ മുൻപും ഹാജരായിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ദിഖുമായിട്ട് അന്വേഷണ സംഘം മെഡിക്കൽ എടുക്കാൻ പോയിട്ടുള്ളത്. അതിനു മുമ്പ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആതിര, എന്തായാലും ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി സിദ്ദിഖിനെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ സിദ്ദിഖ് ഏകദേശം 10 മണിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിരുന്നു. തുടർന്നാണിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന്.